മുഖം, പ്രതിമുഖം, ഗർഭം, വിമർശം, നിർവഹണം. ഇതാണ് പഞ്ചസന്ധികൾ. സംസ്കൃത നാടക ലക്ഷണങ്ങളായ പഞ്ചസന്ധികൾക്ക് സാമാന്യ ആട്ടക്കഥകളിൽ സ്ഥാനമില്ല. Santi, 5. സന്ധി സ്റ്റേജസ് ഓർ ഡിവിഷൻ. Oh, 5 stages. Well, like exposition, confrontation, climax, resolution, conclusion. ഇതാപ്പം നന്നായത്. ഞാൻ പറയണമെന്നും തനിക്ക് മനസ്സിലാവണില്ല, താൻ പറയണമെന്നും എനിക്ക് മനസ്സിലാവണില്ല. I will try, master. മാസ്റ്റർ അല്ല, ആശാൻ. ഇളയതാശാൻ വിളിച്ചാ മതി. അതാ ഒരു സുഖം. Yes, Ashan. തന്നെ മലയാളം പഠിപ്പിക്കാൻ ഒരാളെ ഏർപ്പാടാക്കിണ്ട് ഞാൻ. ആശാനെ, ദാ വന്നല്ലോ. വരാ വരാ. ഈ കുട്ടി കഥകളി മോഹിച്ചു വന്നതാ ഫ്രാൻസിന്ന്. മലയാളം കഷ്ടിന്നല്ല, ഒന്നും അറിയില്ല. ഇത് ഉണ്ണികൃഷ്ണൻ. I'm Romy Michelle. Glad to meet you. ഹലോ, ഐ എം ഉണ്ണികൃഷ്ണൻ. താൻ ഈ കുട്ടിക്ക് ഇത്തിരി മലയാളം പഠിപ്പിച്ചു കൊടുക്കണം. ഞാനോ? I have learned Sanskrit. അല്ല, പെൺകുട്ടിയോളാരെങ്കിലും പഠിപ്പിച്ചോട്ടെ, അതുപോരെ. ഈ കുട്ടിയുടെ ഇംഗ്ലീഷ് ഉച്ചാരണം മനസ്സിലാക്കാൻ ഇത്തിരി പാടാ. തനിക്ക് അതിന് കഴിയുള്ളൂ. ആശാനെ, എനിക്ക് വേണ്ട വേണ്ട, ഒരു ഒഴികഴിവും താൻ പറയണ്ട. ഒന്നുമില്ലെങ്കിൽ അവണൂർ ശ്രീധരൻ നമ്പൂരിയുടെ മരുവാനല്ലേ താൻ. അതിന് ഗുണമുണ്ടാവുമല്ലോ. ഈ മലയാളം അറിയാത്തവർക്ക് സാഹിത്യം പഠിപ്പിക്കാൻ എനിക്ക് വയ്യ. ഈ ടീച്ച് മലയാളം. Yeah, I'm so glad. ഉണ്ണേട്ടിന് പുതിയ ജോലി കിട്ടിയെന്ന് കേട്ടു. എന്ത്? മദാമെ മലയാളം പഠിപ്പിക്കണ ജോലി. ഇളയതാശാൻ നിർബന്ധിച്ചപ്പോ ഏറ്റെടുക്കേണ്ടി വന്നു. സേതും വാ. അതെന്താ, ഒറ്റയ്ക്ക് പോവാൻ പേടിയാ? ഏയ്, പേടിയൊന്നുമില്ല. എന്നാലും വാ. അയ്യോ, ഞാൻ അത് സാരമില്ല, വാ വാ. Your teacher has come, Miss Romy Michelle. Hi. How many times have I told you? Call me Romy. Yes, Romy ചേച്ചി. Please come. Romy Chechi? ചേച്ചി മീൻസ് എൽഡർ സിസ്റ്റർ. I see. That's me. Chechi. Chechi. അപ്പൊ പഠിപ്പ് നടക്കട്ടെ, ഞാൻ പോയേക്കാം. ബൈ. അല്ല, സേതു പോ. Come. Sit down. Malayalam is a tough language. Still, I have decided to learn it. How did you decide to learn Kathakali? It was all due to my professor, Professor John Cletus. Yes, a habit inherited from my professor. I should try to stop it, or at least reduce it. ഇപ്പൊ ഇത് വേണ്ട. വെരി ബാഡ് ഹാബിറ്റ്. അപ്പൊ നമുക്ക് തുടങ്ങാം. ഇത് ക, ഇത് ഥ, കഥ. Kata. ഇത് ല. If you write like this, li. Kathakali. Kathakali.
കഥ മീൻസ് സ്റ്റോറി, കളി മീൻസ് പ്ലേ. കഥകളി, സ്റ്റോറി പ്ലേ. ലക്ഷ്മണ സുഗ്രീവ വാക്കുകളിങ്ങനെ തൽക്ഷണം കേട്ടു ദശരഥപുത്രനും ദുഃഖവുമൊട്ടു ചുരുക്കി മരുവിനാൻ മർക്കടശ്രേഷ്ഠനാം മാരുതി അന്നേരം അഗ്നിയെയും ജ്വലിപ്പിച്ചു ശുഭമായ ലഗ്നവും പാർത്തു ചെയ്യിപ്പിച്ചു സൗഖ്യവും സുഗ്രീവര ഉണ്ണി വന്നിണ്ട്. അഗ്നിസാക്ഷിയായി സഖ്യവും ചെയ്തു പരസ്പരം കാര്യവും സിദ്ധിക്കുമെന്നുറച്ചാത്മഖേദം കളഞ്ഞു തുങ്കമായ ശൈലാഗ്രേ മരുവിനാർ. ബാലിയും താനും പിണക്കമുണ്ടായതിൻ മൂലമെല്ലാം ഉണർത്തിച്ചരുളിയിടിനാൻ. യുദ്ധത്തിനാരുമില്ലാഞ്ഞു മതിച്ചവനുദ്ധതനായി നടന്നിടും ദശാന്തരെ. തെക്ക് ഭാഗത്ത് 1-2 കളിക്ക് പോയി. ഇത് 2 മുണ്ട. നിനക്കെടുക്കായിരുന്നില്ലേ? എനിക്ക് ആവശ്യത്തിനുണ്ട്. ഇത് ഇവിടത്തേക്കാ. ആയിക്കോട്ടെ. ഊണ് കാലായിട്ടുണ്ട്. ഭഗവാനെ രാമചന്ദ്രപ്രഭു. പഠിത്തമൊക്കെ എങ്ങനെയുണ്ട് നിന്റെ? ഇടത്തരം വേഷം കാണാന്നായിട്ടുണ്ട്. ഉണ്ണിയുടെ വേഷം ഒരു ദിവസം കാണുന്നുണ്ട്. ഇവിടെ അടുത്ത് ഏതെങ്കിലും അമ്പലത്തിൽ വരുമ്പോഴാവാം. അപ്പനെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞങ്ങൾക്ക് ദൂരേക്കൊന്നും വരുവയ്യല്ലോ. എങ്ങനെയുണ്ട് ഇപ്പൊ? ശ്രീധരപ്പ വന്നിരുന്നു കഴിഞ്ഞ ആഴ്ച. എണ്ണയൊന്ന് മാറ്റാന്ന് പറഞ്ഞു. മാറും തന്നെയാ ഒപ്പ പറയണേ. കർമ്മഫലം. വേലായുധം വരുന്നുണ്ട് കുളിപ്പിക്കാനൊക്കെ. ചിലപ്പോൾ തോന്നും നല്ല ബോധമുണ്ടെന്ന്. ഇന്നാളൊരു ദിവസം എന്നോട് ചോദിക്കുക, എന്നാ എടുത്തിയമ്മ ഈ ചങ്ങലിന്നൊരു മോചനം കിട്ടുകയെന്ന്. മരിക്കുമ്പോൾ ഇതൊക്കെ കഴിച്ചു മാറ്റുമല്ലോ എന്ന്. കഴിച്ചു കഴിഞ്ഞു നോക്കട്ടെ ഞാൻ. അച്ഛാ, ഒരു മദാമ വന്നിട്ടുണ്ട് കഥകളി പഠിക്കാൻ. ഫ്രഞ്ചുകാരി. ഇളയതാശാന് നിർബന്ധം ആ കുട്ടിക്ക് ഞാൻ തന്നെ മലയാളം പഠിപ്പിച്ചു കൊടുക്കണമെന്ന്. തെറ്റൊന്നുമില്ല. വേണമെന്ന് വെച്ചാ ഒരു പുതിയ ഭാഷ തനിക്കും പഠിക്കാം. രാഘവൻ നായരില്ലേ? ഉണ്ട്. അച്ഛാ. കുട്ടിയോ? കൂത്തമ്പലത്തിൽ പോയി. അപ്പോഴാ അറിഞ്ഞത് രാഘവൻ നായർ ഇന്ന് ലീവാന്ന്. കേറിയിരിക്ക. ഇങ്ങോട്ട് ഇരിക്ക.
മിഥുനത്തിൽ അശ്വതി. കൊല്ലത്തിൽ അങ്ങനെ ഒരു അവധി എടുക്കാറുള്ളൂ. സരോജത്തിൻ്റെ ആണ്ടുവലി. എൻ്റെ ഭാര്യയുടെ 6 കൊല്ലായി. 3 കുട്ടികളെ എന്നെ ഏൽപ്പിച്ച് അവള് പോയി. ആ മോള് കുറച്ച് കാപ്പി എടുക്ക്. കട്ടൻ കാപ്പിയേ ഉള്ളൂ. കട്ടൻ കാപ്പി എങ്ങനെയാ? ഒന്നും വേണമെന്നില്ല. ഞാനിപ്പോ ഇളനീർ കഴിച്ച് ഇറങ്ങിയതേ ഉള്ളൂ. എന്നാലും എൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് വന്നിട്ട് ഒരു കാപ്പിയെങ്കിലും മോള് ചെല്ല്, ഒരു കാപ്പി എടുക്ക്. ശരി. സാധാരണ ഫോറിനിലെ ആൾ വരുന്നത് കഥകളി മോഹിനിയാട്ടമൊക്കെ പഠിക്കാനാ. ഇതിപ്പോൾ ആശാമാരെ അന്വേഷിച്ചെന്ന് പറയുമ്പോൾ ഫ്രാൻസിലേക്ക് കൊണ്ടുപോവാനാ. ഞാനവിടെ ഒരു സ്ഥാപനം നടത്തുന്നുണ്ട്, ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസുകളുടെ. പഴയ ആശാമാർക്കൊക്കെ ഇനി അവിടെ വന്ന് പഠിപ്പിക്കാൻ കഴിയുമോ? ദാ കാപ്പി. താങ്ക്സ്. എന്താ പേര്? അശ്വതി. പേര് കേട്ട പഴയ ആശാന്മാർക്ക് പ്രഗത്ഭരായ ശിഷ്യന്മാരുണ്ടാവില്ലേ? ഉവ്വ്, അവരൊക്കെ തന്നെ ഇപ്പോൾ വിദേശങ്ങളിൽ, നിങ്ങളുടെയൊക്കെ നാട്ടിൽ കളിയായിട്ട് യാത്രയിൽ. ഒരു ശേഖരപ്പണിക്കർ ആശാൻ, ഇളയദാശാൻ, രാവുണ്ണി നായർ, നാരായണാശാൻ, ഇവരൊക്കെ. ശിവ ശിവ, എന്താ ഇത്? ഇവരെ കുറിച്ചൊക്കെ എങ്ങനെയാ കുട്ടിക്ക് ഇത്ര നിശ്ചയം? വിദേശത്ത് വല്ല കളിക്കും കണ്ടിരുന്നോ? ഓ ഇല്ല, കേട്ടറിവുണ്ട്, അത്ര തന്നെ. ഓ അല്ല, അതിനിപ്പോ ഇവരാരും വിദേശത്ത് പോയിട്ടില്ല. എന്തായാലും കുട്ടി ഞാൻ വിചാരിച്ച പോലെയല്ല. എല്ലാം നല്ല പോലെ ഗ്രഹിച്ചിട്ട് തന്നെയാ പഠിക്കാൻ വന്നിരിക്കണേ അല്ലേ? ഇളയദാസാനും നാരായണാശാനും പോയി 2 കൊല്ലായി. ഇളയദാസാനാ എനിക്ക് കൂത്തമ്പലത്തിൽ ജോലിയാക്കി തന്നു. പിന്നെ പണിക്കരാശാൻ തീരെ കിടപ്പില്ലാതാ കേട്ടത്. ഒന്ന് കാണാൻ പറ്റുമോ അദ്ദേഹത്തെ? 5-6 മാസം മുമ്പ് ഒരിക്കൽ പോയിട്ടുണ്ട്. വീട് ഇത്തിരി അകലെയാ, പട്ടാമ്പിക്കടുത്താ. നമുക്ക്